48 F-35 യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നായി സൗദി അറേബ്യ മാറി. ഇത്തരം വിമാനങ്ങൾ F-35 എന്ന 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വിമാനം ഈ മേഖലയിൽ ഉള്ളത് 45 എണ്ണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. 48 എണ്ണം സൗദിയുടെ കൈവശത്തിലെത്തുന്നതോടുകൂടി ഫൈറ്റർ ജെറ്റ് വിമാനത്തിൽ ഇസ്രായേലിനേക്കാണ് കരുത്തും ശക്തിയും സൗദി അറേബ്യക്കുണ്ടാകും എന്ന കാര്യത്തിൽ തീരുമാനവുമായി. എന്താണ് 5th ജനറേഷൻ്റെ പ്രത്യേകത, ഈ ഫൈറ്റർ ജെറ്റിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. F-35 യുദ്ധവിമാനം അമേരിക്കയുടെ നിർമ്മിതിയാണ്. റഡാറിൽ കുടുങ്ങാതെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മണിക്കൂറിൽ 2000 കിലോമീറ്റർ പറന്നുകൊണ്ടാണ് അക്രമ സാധ്യത ഇതിനുള്ളത് എന്നുള്ളത് ഇതിനെ മറ്റ് യുദ്ധവിമാനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഇതേ F-35 യുദ്ധവിമാനം കൊണ്ടാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റഡാർ സംവിധാനത്തെയും ഭേദിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത് ഉപയോഗിച്ചത് F-35 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനമാണ് എന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കൂട്ടത്തോടു കൂടിയാണ് ആക്രമണം നടത്തുക. ഒറ്റപ്പെട്ട ആക്രമണം ചരിത്രത്തിൽ ഇതുവരെ ഇസ്രായേൽ ചെയ്തിട്ടില്ല. ആദ്യത്തെ അറ്റാക്കിൽ തന്നെ രാജ്യത്തെ ഭയപ്പെടുത്തുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അവർ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ട ആ ഫോർമുല പിന്നീട് മുന്നോട്ടും ചില സമയങ്ങളിലൊക്കെ അതിനു മുൻപും അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയതോടുകൂടി അവരെ ഞെട്ടലിൽ തന്നെ ക്ഷതമേറ്റു എന്നുള്ളത് അവർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ 10 മടങ്ങ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിന് അതിനൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, തകർന്നു പോവുകയായിരുന്നു എന്ന് ഒടുവിലെങ്കിലും ഇസ്രായേൽ സമ്മതിച്ചു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് നമുക്കറിയാം. അങ്ങനത്തെ ആ മേഖലയിലേക്ക് സൗദി അറേബ്യ ശക്തരായിരിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടക്കുന്നു, വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. 20 രാജ്യങ്ങളിലാണ് ഈ പറയപ്പെട്ട F-35 വിമാനങ്ങളുള്ളത്. അത് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈവശത്തിലാണ്. അപ്പോൾ ലോകത്ത് കരുത്തുള്ള, ശക്തിയുള്ള, ധൈര്യശാലികളായിരിക്കുന്ന യുദ്ധവിമാനങ്ങളുള്ള രാജ്യത്തിൻ്റെ ലിസ്റ്റിലേക്ക് സൗദി അറേബ്യയും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൗദി അറേബ്യക്ക് യുദ്ധവിമാനം കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ A to Z എന്നൊക്കെയാണ് ചില പത്രങ്ങൾ പറയുന്നത്. അങ്ങനെ എതിർത്ത രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് അമേരിക്ക ഇത് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. UAEക്കും തുർക്കിക്കും ഇതിനു മുൻപ് യുദ്ധവിമാനങ്ങൾ നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചപ്പോൾ ശക്തമായ എതിർപ്പ് ഇസ്രായേൽ നടത്തുകയും ആ എതിർപ്പുണ്ട് എന്ന കാരണത്താൽ ഇസ്രായേലിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട് അമേരിക്ക അത് നൽകാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അത് ഈ UAEയും തുർക്കിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യം സാമ്പത്തികമായ രീതിയിൽ വലിയ ഡെപ്പോസിറ്റ് നടത്തുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് രാജ്യപ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളുടെ കൈവശത്തിലുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ എന്ന ചോദ്യത്തിന് അമേരിക്കയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാലും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ പിണക്കിക്കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അതോടൊപ്പം തന്നെ UAEയും തുർക്കി ഇത് സ്വയം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തി. UAE ആണെങ്കിൽ റഷ്യയുമായിട്ട് ഈ F-35 യുദ്ധവിമാനം വാങ്ങാനുള്ള ശ്രമം നടത്തിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. അങ്ങനെയാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? സൗദി അറേബ്യയെ പിണക്കിയാൽ തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് തത്വത്തിൽ തീരുമാനിച്ചു.
1,00,000 കോടിയുടെ നിക്ഷേപമാണ് സൗദി അറേബ്യ അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത് എന്നതിനാൽ സൗദി അറേബ്യ അങ്ങനെ നിരാശരാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കില്ല. വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നയനിലപാടുകൾ പരസ്പരം ഈ സൗദി അറേബ്യ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വശം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ന്യൂയോർക്കിൽ വെച്ച് സന്ദർശിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപമുണ്ടാക്കിയത്. ആ ഒരു സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില നിർദ്ദേശങ്ങൾ സൗദിയുടെ മുൻപാകെ വെക്കപ്പെട്ടു എന്നുള്ളതും അതിന് വളരെ കൃത്യതയോട് കൂടിയിട്ട് രാജാവ് മറുപടി നൽകി എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് അബ്രഹാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾക്ക് പുനഃപരിശോധിക്കുകയും അത് നടപ്പിലാക്കുകയും വേണം. ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ട് അതിനോട് സഹകരിക്കണമെന്ന് അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടെങ്കിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, എന്നാൽ ഒരിക്കലും തങ്ങൾ അത് അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന് സ്വാതന്ത്ര്യം നൽകാതെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നിടത്തോളം കാലം ഈ ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് സൗദി അറേബ്യ മുന്നോട്ട് പോവുകയില്ല എന്ന് മുൻപ് പറഞ്ഞു വെച്ച കാര്യത്തിൻ്റെ ആവർത്തനം ഇന്നലെയും സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രാധാന്യത്തോടു കൂടി ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് എന്തിനാണ് F-35 യുദ്ധവിമാനം സൗദി അറേബ്യയിൽ നൽകുന്നത്? സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ, ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രാജ്യങ്ങൾ, അവർക്ക് മറ്റു ലോക രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുക, പ്രദേശം വെട്ടിപ്പിടിക്കുക, സംഘർഷാവസ്ഥ ഉണ്ടാക്കുക എന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. യുദ്ധത്തിന് എല്ലാ കാലത്തും മാറി നിൽക്കുന്ന അതിൽ സജീവ സാന്നിധ്യം വഹിക്കാൻ താല്പര്യമില്ലാത്ത രാജ്യമാണ് അറബ് രാജ്യങ്ങൾ. അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം രാജ്യപുരോഗതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് സ്വന്തം വീട് പോലെ രാഷ്ട്രത്തെയും ആക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ഒരു പുരോഗതിയും അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളും ആ സംവിധാന കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾക്കും ലോകത്തിനും അറിയാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് വരെ നിർമ്മിക്കപ്പെട്ടത് UAE എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക രംഗത്ത് അവർ സ്വയം സ്വരൂപിക്കുന്നതിന് പകരം രാജ്യ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നതിനാൽ ആ പുരോഗതി അവിടെ കാണുന്നു. അവിടെ അവർക്ക് വരുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുന്നതിൽ പല ഘട്ടങ്ങളിലും അത് മറ്റ് ലോക രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. സൗദി അറേബ്യ ഇതിനു മുൻപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ജോർജ് ബുഷ് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് സീനിയർ ജോർജ് ബുഷ്, പിന്നെ ജൂനിയർ ജോർജ് ബുഷ്, അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ഇപ്പോൾ ട്രംപിലെത്തിയിരിക്കുന്ന ഏകദേശം 5 അല്ലെങ്കിൽ 6 ഭരണാധികാരികളോട് തങ്ങൾക്ക് സമാധാനത്തിനുള്ള ആണവായുധം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അനുമതിയോടുകൂടി, അതായത് അമേരിക്ക അതിനെ അനുവദിക്കണം. അമേരിക്ക അനുവദിച്ചു കഴിഞ്ഞാൽ UN സഭയിൽ ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അവർ വീറ്റോ പവർ ഉപയോഗിക്കില്ല എന്നതിനാൽ ഇപ്പോഴത്തെ ഭരണാധികാരി ആയിരിക്കും സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ആയിരിക്കുന്ന ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് കഴിഞ്ഞ പ്രാവശ്യത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനോടും നിലവിലുള്ള ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടും 4-ലധികം തവണ സമാധാന ആവശ്യത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക അത് ഒന്നുപോലും അംഗീകരിക്കപ്പെട്ടില്ല. മാത്രമല്ല, നിങ്ങൾക്ക് എന്തിനാണ് ഈ ആണവായുധ സംവിധാന കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഇലക്ട്രിസിറ്റി പോലെയുള്ള രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് അമേരിക്കയുടെ പ്രസിഡൻ്റിൻ്റെ മറുപടി, നിങ്ങൾക്ക് പെട്രോളിയമുള്ള രാജ്യമല്ലേ, പെട്രോളിയമുള്ള രാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, അത് ഈ ആണവായുധത്തിനേക്കാൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാവുക, പിന്നെ ഇത് ആവശ്യമില്ലല്ലോ എന്നൊരു മറുന്യായമാണ് അല്ലെങ്കിൽ അത്തരമൊരു മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ബൈഡൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അവരിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അവരിന്ന് UN സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സമാധാന ആവശ്യത്തിന് ഉപയോഗിക്കാനും ആണവായുധം വേണമെന്ന് അങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്ത് അമേരിക്ക അത് വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് ഏറെക്കുറെ അവർ പുറത്തായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്.
ഇറാൻ ഒരിക്കലും അമേരിക്കയെ ആശ്രയിച്ചില്ല. അമേരിക്കയോട് ഈ സഹായം ആവശ്യപ്പെട്ടിട്ടുമില്ല. അവരുടെ സഖ്യകക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദ രാജ്യം എന്ന് പറയുന്നത് റഷ്യയും ചൈനയുമാണ്. റഷ്യയോട് അവർ ആവശ്യപ്പെടുകയും അതിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ കൈവശപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നതല്ല പ്രത്യേകത. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ലോകത്ത് ഹീറോയിസമായിട്ടാണ് നിലനിൽക്കുന്നത്. അമേരിക്കയോട് നേർക്കുനേരെ മുട്ടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന ലോകത്തെ ഏക രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. റഷ്യക്ക് പോലും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ പേടിക്കുമ്പോൾ ഇറാൻ അതിന് സമ്മതിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആണവായുധ ബലത്തിൻ്റെയും സൈനിക ശക്തിയുടെ ബലത്തിൻ്റെയും പിന്നിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും ഇല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ കുത്തിപ്പറിച്ചു കൊണ്ടുപോകും എന്ന് അറബ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച ദിവസം മുതലുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ F-35 യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ വ്യക്തമാവാത്തൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സൗദി അറേബ്യക്ക് ഈ യുദ്ധവിമാനങ്ങൾ നൽകുന്നത്? ഇതിൽ സൗദിയുടെ ആവശ്യം എന്താണ്? ഈ അമേരിക്ക ഇത് നൽകുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.